ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായ ഒരു വ്യക്തിയാണ്. ആരാധകരോട് വളരെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് അഭിക് ചാറ്റർജി. എക്സിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് കമന്റ് ബോക്സുകളിലും അതുപോലെ തന്നെ റീപ്ലൈ നൽകിക്കൊണ്ടൊക്കെ അഭിക് ചാറ്റർജിയെ കാണാൻ കഴിയും. ഈയിടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അഭിക് ചാറ്റർജിയെ ഒരു കമന്റ് ബോക്സിൽ തെറി വിളിക്കുന്ന രൂപത്തിലുള്ള ഒരു കമന്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് സങ്കടത്തിന്റെ ഒരു ഇമോജി നൽകിക്കൊണ്ടുള്ള ഒരു റീപ്ലൈ ആണ് അഭിക് ചാറ്റർജി നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ എപ്പോഴും അഭിക് ചാറ്റർജിയെ അധിക്ഷേപിക്കുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നത്, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം എന്ന ഒരു ഉപദേശമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ നൽകിയിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വിമർശനങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല, അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കരുത്, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം എന്നൊക്കെയാണ് ആ ഒരു ആരാധകന്റെ അഭിപ്രായം. അഭിക് ചാറ്റർജിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് റീപ്ലൈ നൽകിക്കൊണ്ട് അഭിക് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആ ഒരു ആരാധകരോട് ആദ്യം അഭിക് നന്ദി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം എന്തെന്നാൽ വളരെ ദുഃഖകരമാണ്. കഴിഞ്ഞ കുറച്ച് മാസമായി നേരിടേണ്ടി വരുന്നത് വളരെ മോശം അനുഭവങ്ങളാണ്. വംശീയപരമായി, മതപരമായി, കുടുംബപരമായി എനിക്ക് ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. കൂടാതെ ഭീഷണികൾ വരെ എനിക്ക് ലഭിക്കുന്നു. ഭൂരിഭാഗവും അവഗണിക്കാൻ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം എപ്പോഴും ആരാധകർക്ക് തന്നെയാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ മോറൽ പോലീസിങ് സ്റ്റിക്കുമായി ഓടാൻ കഴിയില്ല. ഇതാണ് അഭിക് ചാറ്റർജി അതിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഒരു ഉപദേശമായിക്കൊണ്ട് അഭികിന് നൽകുന്നുണ്ട്. അതായത് അനാവശ്യമായി പ്രതികരിക്കാതിരിക്കുക, അനാവശ്യ റീപ്ലൈകൾ നൽകാതിരിക്കുക എന്നാണ് അഭികിന് നൽകുന്ന ഒരു ഉപദേശം. താനത് പരിഗണിക്കാം എന്നുള്ള ഒരു മറുപടി അഭിക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് ആരാധകരിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കൊണ്ട് തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിക്കാൻ താനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അഭിക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.